വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 ഇൻ കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ 362/2025. അതുപോലെ ഒരു എക്സാം കൂടെ ഉണ്ട് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് തന്നെ. 2 എക്സാമും കൂടെ കോമൺ. നമുക്ക് എക്സാം ഡേറ്റ് വരുന്നത് January 12 ആണ് വരുന്നത്. സോ നമ്മൾ ഇതിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ്, സിലബസ് ഓറിയൻ്റ് ആയിട്ട് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസും PDF നോട്ട്സും MCQ ക്വസ്റ്റ്യൻസും ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ എക്സാമും അതുപോലെ തന്നെ ആ മൊഡ്യൂളിൽ നിന്ന് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് സിലബസ് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. അത് 8 മാർക്കിനാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ യൂസസ്, ഡ്രോയിങ് ഷീറ്റിനെ കുറിച്ചും ലൈൻസിൻ്റെ ടൈപ്പ് ഓഫ് ലൈൻസും, ലെറ്ററിങ്, ഡൈമെൻഷനിങ്, ടൈപ്പ് ഓഫ് സ്കെയിൽസ്, പ്ലെയിൻ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻ, പ്രൊജക്ഷൻ, ഇതൊക്കെയാണ് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ വരുന്ന 8 മാർക്ക്. മൊഡ്യൂൾ 2 വരുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ 12 മാർക്കിലാണ്. ഇതിലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സ്റ്റോൺസ്, ബ്രിക്സ്, ലൈമ്, അതുപോലെ തന്നെ ടൈൽസ്, സാൻഡ്, സിമെൻറ്റ്, അതുപോലെ തന്നെ ഫെറസ് മെറ്റൽസിനെ കുറിച്ചും നോൺ ഫെറസ് മെറ്റൽസിനെ കുറിച്ചൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 12 മാർക്കാണ്. തേർഡ് മൊഡ്യൂൾ 20 മാർക്കാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് വരുന്നത് തേർഡ് മൊഡ്യൂളിലാണ്. 20 മാർക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ബ്രിക്ക് മേസണറിയെക്കുറിച്ചും സ്റ്റോൺ മേസണറിയെക്കുറിച്ചും അതുപോലെ ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ സ്കഫോൾഡിങ്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം വരുന്നു. അതുമായിട്ട് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് എല്ലാം വരുന്നു. RCC, ലിൻഡൽസ്, അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും കോഡ്സ്, സ്റ്റീൽ സെക്ഷൻസ്, ഡോർസ്, അതിൻ്റെ ടൈപ്സ്, ഫ്ലോറിങ്സ്, വിൻഡോസ്, ഇതെല്ലാം തന്നെ വരുന്നുണ്ട്. 20 മാർക്കിനാണ് വരുന്നത്. മൊഡ്യൂൾ 4 വരുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് 12 മാർക്കാണ്. ഇതിൻ്റെ നിങ്ങൾക്ക് വരുന്നത് ബിൽഡിംഗ് റൂൾസ്, അതിൻ്റെ ലോസ്, അതിൻ്റെ ടൈപ്സ് ഓഫ് എസ്റ്റിമേഷൻ, സാങ്ഷൻസ്, അതുപോലെ റൂൾസ്, ഷെഡ്യൂൾഡ് റേറ്റ്സ്, ലേബേഴ്സ്, മെറ്റീരിയൽസ് ഒക്കെയാണ് 12 മാർക്ക്. മൊഡ്യൂൾ 5 വരുന്ന ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വരുന്നത് ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ, വാട്ടർ റിക്വയർമെൻറ്റ്സ്, അതുപോലെ തന്നെ റിസർവോയേഴ്സ്, ഹൈഡ്രോളറ്റിക് പ്രോജക്ട്സ്, ടർബൈൻസ്, ഡ്രെയിനേജ് വർക്ക്, ഇതൊക്കെയാണ് 6 മാർക്കിനാണ്. മൊഡ്യൂൾ 6 വരുന്ന സർവേയിങ് ആണ്. നിങ്ങൾക്ക് ചെയിൻ സർവേയിങ് പഠിക്കാനുള്ള തിയോഡലൈറ്റ് കുറിച്ച്, അതുപോലെ തന്നെ ടോട്ടൽ സ്റ്റേഷനൊക്കെ കുറിച്ചൊക്കെയാണ് 14 മാർക്കിന്. മൊഡ്യൂൾ 7 ഓട്ടോ കാഡ്. അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ, ടൂൾ ബാർസ്, ഫങ്ഷൻ കീസ്, 2D ഡ്രാഫ്റ്റിംഗ്, 3D മോഡലിംഗ്, അതിൻ്റെ ഷോർട്ട് കട്ട് കീസ് 8 മാർക്കിനാണ് വരുന്നത്. മൊഡ്യൂൾ 8 വരുന്ന യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് അപ്ലൈഡ് മെക്കാനിക്സും, അത് 6 മാർക്കിനാണ്. സിമ്പിളായിട്ടുള്ള യൂണിറ്റ് മെഷർമെൻറ്റ്സിനെ കുറിച്ചും അതുപോലെ മെഷീൻസിനെ കുറിച്ച്, വർക്ക് പവർ എനർജി, അതിൻ്റെ യൂണിറ്റ്സ് ഒക്കെയാണ് ഇതിനകത്ത് കൂടുതലും ചോദിക്കാറുള്ളത്. മൊഡ്യൂൾ 9 വരുന്ന ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, അത് 8 മാർക്കിനാണ്. റോഡ് ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ ജനറൽ പ്രിൻസിപ്പൽസ്, അലൈൻമെൻറ്റിനെ കുറിച്ചൊക്കെയാണ്. പിന്നെ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് അതൊക്കെ വരുന്നുണ്ട്. മൊഡ്യൂൾ 10 വരുന്ന പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ 6 മാർക്കിനാണ്. പൈപ്സ്, പൈപ്പ് ജോയിൻസ് ഓഫ് അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ്, ക്വാളിറ്റി ഓഫ് വാട്ടർ, അതൊക്കെ ട്രീറ്റ്മെൻറ്റ്, കൺവെയൻസ് ഓഫ് വാട്ടർ, സാനിറ്റേഷൻ, ഹൗസ് ഡ്രെയിനേജ്, സീവർ വേസ്റ്റ് വാട്ടർ, അതൊക്കെയാണ് 6 മാർക്കിനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ സിലബസ് വരുന്നത്. അപ്പോൾ മൺഡേ മുതൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സിവിലൊക്കെ പഠിച്ച ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ നമുക്ക് ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും പഠിക്കുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നത്. വീഡിയോ ക്ലാസ്സസും നിങ്ങൾക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന വീഡിയോ ക്ലാസ്സസും അങ്ങനെ വാരി വലിച്ച് പഠിപ്പിക്കുന്നത് എക്സാം ഓറിയൻ്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. നോട്ട്സും ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഓരോ മൊഡ്യൂളിൽ നിന്ന് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക്